ഡൽഹിയിലെ സമരവേദിയിൽ ഇന്നും മലയാളികളുടെ നീണ്ട ഒഴുക്കാണ്. ഇന്ന് നമ്മളോടൊപ്പം കുറച്ച് മലയാളികൾ നമ്മളോടൊപ്പം ചേരും. നാട്ടിൽ പാലക്കാട്. സമരം അറിഞ്ഞു എന്നാണ്. അതെ, അറിഞ്ഞു. അല്ലല്ല, ഞങ്ങൾ ഇവിടെ വർക്ക് ചെയ്യാണ് ഡൽഹിയിൽ. അതെ. സമരം നല്ല പോകുന്നു. കഴിഞ്ഞ ആഴ്ച വന്നായിരുന്നു, മാർച്ചിന് പോയായിരുന്നു. ഇതിപ്പോ ഇന്നും വന്നു. മൂന്നാം ഘട്ട ചർച്ച നടക്കുകയാണ്. ഇതിൽ പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷ ചെറുതായിട്ട്. സമരം മറ്റൊരു തലത്തിലേക്ക് കിടക്കുകയാണ്. രാജ്യം ഇതുവരെ കാണാത്ത രീതിയിൽ സമരം നടക്കാൻ ആൾക്കാർ പറയുന്നത്. അതെ. ഇപ്പോ കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴും ഇന്ന് രാവിലെയുള്ള ക്രൗഡും ഭയങ്കര ഹെവി ക്രൗഡാണ്. ഇപ്പൊ ഇത്ര ഞങ്ങൾ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോ ലൈക്ക് കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഈ ക്രൗഡ് ഉണ്ടായിരുന്നു. ഇപ്പോ ഒരു ലൈക്ക് എക്സ്പെക്ടേഷൻ ഉണ്ട്, ബട്ട് സ്റ്റിൽ ഒരു സ്കെപ്റ്റിക്കാലിറ്റി ഉണ്ട് കൂടെ. നിങ്ങള് പഠിക്കുകയല്ല, പക്ഷെ ഈ സമരത്തോട് ഐക്യപ്പെടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയ കാരണം തീർച്ചയായും ഇപ്പൊ ഞങ്ങളും കയറി വന്നപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റവും ഒരു ലൈക്ക് നാഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു വാല്യൂ കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ള ഒരു ലെവലിലോട്ട് എത്തിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ്. ജോലി എടുക്കുമ്പോഴും അതിനോടുള്ള ഒരു കൂറ് പുലർത്തുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് തന്നെയാണ്. മാത്രമല്ല, നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും വേണ്ടിയും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടിയും ഇനി വരാൻ പോകുന്ന തലമുറകൾക്ക് വേണ്ടിയും ഇത് ചെയ്യേണ്ട ഞങ്ങളുടെ കടമയാണെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മലയാളികൾ കുറവായിരുന്നു, പക്ഷെ ഇപ്പൊ എങ്ങനെ മലയാളികൾ അത്യാവശ്യം കൂടി വന്നിട്ടുണ്ട്. ഇതിന് ഇവിടെ ഒരു സ്ഥിതി എങ്ങനെയാണ് നമുക്ക് മലയാളികളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? മലയാളികൾ അത്യാവശ്യം വരുന്നുണ്ട്. നാട്ടിൽ നിന്ന് കുറച്ച് പേരെ കണ്ടിട്ടുണ്ടായിരുന്നു. ഡൽഹി മലയാളികളും ഉണ്ട്. ഞാൻ കുറെ ഡൽഹി മലയാളികൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ളവർ വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു ക്രൗഡ് തന്നെയാണ്. തീർച്ചയായിട്ടും സമരം നാട്ടിൽ കാണുന്ന ഒരു സമര രീതി അല്ലല്ലോ ഇവിടെ. അല്ല, അത് ഡിഫറെന്റ് ആയിട്ടുള്ള സമര രീതി. ഇപ്പൊ നമ്മളിപ്പോ പല സംഘടനകളുണ്ട്, പക്ഷെ എന്നാലും ഒരു ഇപ്പൊ നാട്ടിലെ സമരങ്ങൾ അല്ലാതെ ഒരു വ്യത്യസ്തമായ ഒരു രീതിയിലുള്ള സമരമാണ്. ലൈക്ക് എല്ലാവരും ഭയങ്കര ഒരു ജെൻസി മൂഡ് എന്നൊക്കെ പറയുന്ന പോലെ എല്ലാവരും ആക്റ്റീവാണ്. രാത്രികളിൽ ആക്റ്റീവാണ്, രാവിലെ ആക്റ്റീവാണ്. ഞാൻ വരുന്ന സമയത്ത് പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാവർക്കും ആ ഒരു സീരിയസ്നെസ്സും ഉണ്ട്, പ്ലസ് ഒരു എന്താ പറയാ ഒരു ധൈര്യത്തോടെ. പുതിയ തലമുറ എന്ന് പറയുന്നത് ഭയങ്കര ധൈര്യവും ഊർജവുമായി വന്ന് സമരം ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ കാണുന്നത്.